വന്ന വഴി മറക്കാത്തവൻ. നിഷാന് ഒരു പണിയുമില്ല. ഓണം അടുത്തു വരുന്നു. ഏട്ടനോട് പൈസ വാങ്ങി നിഷാൻ ഓണം ബമ്പർ എടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വാർത്ത വന്നു, ഇക്കൊല്ലത്തെ ഓണം ബമ്പർ 1 കോടി നിഷാന് കിട്ടി. നിഷാന് അത്ഭുതവും ഭയങ്കര സന്തോഷവുമായി. നിഷാൻ ആദ്യമായിട്ട് ലോട്ടറി എടുത്തതാണ്, അത് തന്നെ കിട്ടി. നിഷാൻ ഇക്ക നിയാമിനെ കെട്ടിപ്പിടിച്ചു. തനിക്ക് ലോട്ടറി എടുക്കാൻ പണം തന്നതിന് ഇക്കായോട് ഒരുപാട് നന്ദി പറഞ്ഞു. നിഷാൻ ഈ പണം ഉപയോഗിച്ച് ടൗണിലെ ഒരു ഹോട്ടൽ വിലക്ക് വാങ്ങി. തൻ്റെ ഹോട്ടലിന് മുന്നിൽ ഒരു പണിയില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന വളരെ പാവപ്പെട്ട കുറച്ച് ചെറുപ്പക്കാരെ നിഷാൻ കണ്ടു. നിഷാൻ അവരുമായി സംസാരിച്ചു. നാളെ നിങ്ങൾ എൻ്റെ ഹോട്ടലിൽ ജോലിക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അവർക്ക്, ആ ചെറുപ്പക്കാർക്ക് സന്തോഷമായി. അങ്ങനെ അവർ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. നിഷാൻ തൻ്റെ വരുമാനത്തിൽ ഒരു പങ്ക് ദിവസവും ആ നാട്ടിലെ വളരെ പാവപ്പെട്ടവർക്ക് എത്തിച്ചു നൽകും. നിഷാൻ്റെ ഹോട്ടൽ വളരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. നിഷാൻ ഹോട്ടലിലെ പണം ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്ത് ഒരു ഹോട്ടൽ കൂടി പണി കഴിച്ച് തുറക്കുന്നു. ആ ഹോട്ടലും നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. നിഷാൻ ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. നിഷാൻ ആ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. നിഷാൻ വലിയ വീട് വച്ചു, വലിയ കാർ വാങ്ങി, ഫ്ലാറ്റ് വാങ്ങി വാടകയ്ക്ക് കൊടുക്കുന്നു. കാരുണ്യവാനായ നിഷാൻ നോമ്പിന് സക്കാത്തിന് വീട്ടിൽ വരുന്ന ഓരോരുത്തർക്കും 500 രൂപ വെച്ച് സക്കാത്ത് നൽകും. കാരുണ്യ പ്രവർത്തനം നിഷാന് മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. താൻ പാവപ്പെട്ടവനായിരുന്നു, ഇപ്പോൾ പണക്കാരനായി. വന്ന വഴി എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് നിഷാൻ ഭാര്യയോട് പറയും. അങ്ങനെ നിഷാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു.